നമസ്കാരം, എൻ്റെ പേര് സോണി. സിംലു. ബൊട്ടിക് ടിപ്സിലെ 50ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഷെനൈൽ എംബ്രോയിഡറി നെക്ക് ഡിസൈൻ ആണ്. ഷെനൈൽ എംബ്രോയിഡറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് മോഡൽ നെക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട്, അതുപോലത്തെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബുട്ടിക്കുകളിൽ നമുക്ക് ഇതുപോലെ ഒരു നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ടോപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം, അതുപോലെ നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് ഇതുപോലത്തെ ഡിസൈനുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക്. പ്രത്യേകിച്ച് ഞാൻ എല്ലാ തവണ പറയുന്നത് പോലെ നമ്മൾ ബൊട്ടിക് റൺ ചെയ്യുന്നവർക്ക് എപ്പോഴും കസ്റ്റം ഡിസൈനിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മെഷീന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെഷീന്റെ എങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നു മറ്റു പാർട്ടുകളിലേക്ക് വിശദമായിട്ട് പോകാം. ഇപ്പൊ നമുക്ക് ഇതിലൊരു കോമ്പിനേഷൻ മെഷീൻ ആണ് ആക്ച്വലി. ഇത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഉണ്ട്, ഇതിനകത്ത് ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോഡിംഗ് ഉണ്ട്, ഫ്ലാറ്റ് എംബ്രോയിഡറി ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മെഷീനിലാവുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഇതില് ചെയിൻ സ്റ്റിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേണം നമുക്കുണ്ടെങ്കിൽ ആ മെഷീനിൽ തന്നെ ഉപയോഗിച്ചിട്ട് ബീഡ്സും ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ചെയിൻ സ്റ്റിച്ചിന്റെ ഇടയിലായിട്ട് നമുക്ക് ബീഡ്സോ സീക്വനോ അതെല്ലാം കോഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് വെറും ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നോർമൽ എംബ്രോയിഡറി ഒന്നുമില്ല. അപ്പോൾ 4 കളറിലുള്ള ഡിസൈൻ ആണ്. ഈ ഡിസൈൻ എങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രേപ്പാണ്. ഓക്കെ, നമുക്ക് കാണാം ഇതൊരു അല്പം സ്ട്രെച്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സ്പെഷ്യലായിട്ടുള്ള സ്റ്റെബിലൈസറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റെബിലൈസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ, ആ ഡിസൈൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്ലിപ്പുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാബ്രിക് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ക്ലിപ്പുകൾ യൂസ് ചെയ്ത് ഫാബ്രിക് നന്ന ടൈറ്റ് ആയിട്ടാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ വരും. കാരണം പേളിൻ്റെ മെഷീൻ്റെ എല്ലാ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഡിസൈൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എംബ്രോയിഡറി ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇവിടെ സെൻറ്ററിൽ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസൈൻ ഇതിനകത്ത് ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ 4 കളറിലുള്ള ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ 4 കളർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈൻ്റെ പ്രിവ്യൂ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ചെയിൻ സ്റ്റിച്ചാണ്. ഇതിനകത്ത് ഈ ഒരു ഫുൾ നെക്ക് നമ്മൾ മെഷർമെൻറ്റിൽ ചെയിൻ സ്റ്റിച്ച് 4 കളറിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മളിവിടെ കളറെല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതുമേ ഇതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇപ്പോൾ 6 കളറ് ചെയിൻ സ്റ്റിച്ചാണ് ഉള്ളത്. ഇന്നിപ്പോൾ 4 കളർ നമ്മൾ ഇതിനകത്ത് വേണ്ടത് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ത്രെഡ് ഇതിൻ്റെ അടിയിലാണ് ഇടുന്നത്. നമുക്ക് സാധാരണ മുകളിൽ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ അടിയിലാണ് സ്റ്റിച്ചസ് വരുന്നത്. അതിൻ്റെ ത്രെഡ് നമ്മൾ ഇതിന് ഡൗണിലാണ് ഇടുന്നത്. അതിനുശേഷം ഇത് ചെയിൻ്റെ സിസ്റ്റം ലാരി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നീറ്റിൽ പുള്ളി ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ ഈ ഡിസൈൻ ആയി. ഇനി ഇതിന് ശേഷം നമുക്ക് ഡിസൈൻ സെൻറ്റർ സെറ്റ് ചെയ്യണം. സെൻറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇതൊരു യൂണിക് മെഷീനാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡിവൈസ് വരുന്നത്. ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നമുക്ക് ബീഡ്സ് ചെയ്യാം, കോഡിങ് ചെയ്യാം, ഫ്ലാറ്റ് എംബ്രോയിഡറി 12 നീഡിൻ്റെ ഫ്ലാറ്റ് എംബ്രോയിഡറി ഉണ്ട്, കൂടാതെ തന്നെ ചെയിൻ സ്റ്റിച്ചും ഉണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യൽ മെഷീനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1200 × 650 വരും. അതായത് 650 കിട്ടും വിഡ്ത്ത്,
1200 mm. നമുക്ക് 1200 650 ഒറ്റ സൈസിലുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിതിൽ ഷോള് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഒരു ഡിസൈനിൽ മാർക്കിംഗ് കൊടുക്കണം. നമ്മൾ ഇതിൽ ഫുൾ ട്രെയിനിങ് മെഷീൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് ഡിസൈനിങ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ സെൻറ്റർ സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതിന് നമുക്ക് അനുസരിച്ചിട്ട് ഇത് നമുക്ക് പൊസിഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കത് കറക്റ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്. അതിനായിട്ട് നമുക്ക് ഏരിയയോടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൗണ്ടറി ചെക്ക് ചെയ്യാൻ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസ് അനുസരിച്ച് നമുക്ക് മൂവിങ് കാണാം, എത്ര ഏരിയയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഡിസൈൻ പോകുന്നത് കണ്ടോ, മാക്സിമം എവിടെ വരെ വരും നോക്കാം. കണ്ടോ, ഇവിടെ വരെ പൊസിഷൻ ചെയ്തേക്കണം. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഡിസൈൻ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഡിസൈൻ പോവില്ല, ഇതിൻ്റെ ഉള്ളിലാണ് ഡിസൈൻ വരും. അപ്പോൾ നമുക്ക് കറക്റ്റാണ്, നമ്മൾ ചെയ്ത അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഡിസൈനെ നമ്മൾ ലോഡ് ചെയ്യുകയാണ്, കൺഫേം ചെയ്യുകയാണ്. എംബ്രോയ്ഡറി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഇവിടെ വരും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യും. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു, നമ്മൾ ഡിവൈസ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡിവൈസ് അങ്ങോട്ട് മൂവ് ചെയ്ത് എവിടെയാണോ സ്റ്റാർട്ട് പൊസിഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ഡിവൈസ് മൂവ് ചെയ്യാണ്. അവർ ഫസ്റ്റ് സ്റ്റിച്ച് എവിടെയാണോ അവിടേക്ക്. എന്നിട്ട് നമ്മളതിൽ ഫസ്റ്റ് കളർ കൊടുത്തിരിക്കുന്നത് ഒരു ക്രീം കളറാണ്. അവിടെ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങുന്നത്. അതിനുശേഷം കളർ ചെയ്യുക. നെക്സ്റ്റ് ഡിസൈൻ, നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്ലവർ സെറ്റ് പോലെയാണ്. ഇവിടെ നിന്ന് സെറ്റ് ഒരു സെറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളതിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ആ നീഡിൽ ഓട്ടോമാറ്റിക് ആ ത്രെഡ് കിട്ടും. അപ്പോൾ നമ്മളത് ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിസൈനിൻ്റെ ഗ്രീൻ കളർ വന്നു. നമ്മുടെ ഈ വർക്ക് ഫിനിഷായി. ഇപ്പോൾ 4 കളറിലുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്കത് കുറച്ചും കൂടെ നമുക്കിവിടെ കുറച്ച് ക്ലോസിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വളരെ നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ചുരിദാറായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടൊന്ന് നമുക്ക് കാണിച്ചു തരാം. അതേസമയം തന്നെ നമ്മുടെ വർക്ക് അവിടെ ഇത് കോഡിങ് വെച്ചിരുന്നാൽ കുറച്ചുകൂടെ ടൈം കൂടുതലുണ്ട്. ഇതൊരു 30 മിനിറ്റ്സ് ആണെങ്കിൽ ഇത് 40 മിനിറ്റ്സ് അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. ഇനി ഏകദേശം ഒരു 4000 സ്റ്റിച്ചസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതും ഫിനിഷ് ആവും. നമുക്ക് 2 പ്രൊഡക്ഷൻ ഒരേ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
ഇപ്പോ നിങ്ങൾക്കിപ്പോ ഏകദേശം ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ, ഇത് എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഈ മെഷീനിന്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ പറയുന്ന പോലെ, മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നമുക്ക് ഡിസൈനിങ് ചെയ്യുന്നതിന് ഇതിന് സോഫ്റ്റ്വെയർ വേണം. പ്രത്യേകിച്ച് ചെയിൻ സ്റ്റിച്ച്, ബീഡ്സ്, സീക്കണൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറിൽ തന്നെ ഏറ്റവും കൂടിയ മോഡലിൽ തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ വേണം, എങ്ങനെയുള്ളത് വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മെഷീൻ ഉപയോഗിക്കാൻ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയായാലും, വേൾഡിൽ എവിടെയായാലും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പൊ തൽക്കാലം ഇത് വൈകിയാണ്. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.